ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഒരു 2 മരപ്പീസാണ് കാണിക്കുന്നത്. അതായത് ഇതിൽ ഏതാണ് ഡിപ്പോ തേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം സീലറി അടിച്ചിട്ടുണ്ട്, ഒരു ഭാഗം ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ. 2 മരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നാടൻ തേക്കിൽ ഫുള്ള് കാതലായിട്ടുള്ള ഒരു പീസാണ്. ഇത് ഡെപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു ഗോൾഡിഷ് കളറാണ്. ഇതാണ്ടോ, ഒരു ഗോൾഡിഷ് കളറാണ്. പിന്നെ അതിൻ്റെ വരകൾ, തേക്കിലുള്ള വരകൾ അടുപ്പിച്ച് നല്ല എടുത്ത് കാണുന്ന പോലെ ആയിരിക്കും. അതിനെ നമ്മളൊരു സീലർ, ജസ്റ്റ് പോളിഷല്ല, സീലർ ഇടുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇനി ഇത് നാടൻ തേക്ക്. ഈ നാടൻ തേക്ക് കണ്ടോ, വരകൾക്ക് ഗ്യാപ്പ് കൂടും, ഗോൾഡിഷ് കളർ ഉണ്ടാവില്ല. ഇത് സീലർ ചെയ്ത് അങ്ങനെ വരും. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ നാടൻ തേക്ക് ഇത് ഫുൾ കാതലായ കാരണമുണ്ട് ഈ ഡിപ്പോ തേക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഇതിനെ ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇത് സത്യത്തിൽ ഇതൊരു കുബിക്ക് നാടൻ തേക്കിന് 1000-1500 രൂപ വരികയാണെങ്കിൽ ഡിപ്പോ തേക്ക് പറഞ്ഞാൽ ഈ വുഡിന് 5000-5500 പ്രൈസ് മരത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡെപ്പോ തേക്ക് ഇല്ലാത്ത സ്ഥലത്ത് നാടൻ തേക്കിന് ക്ലിയർ ആയിട്ടുള്ള ഡെപ്പോ തേക്ക് എന്ന് പറഞ്ഞിട്ട് വിൽക്കുമ്പോൾ ആ പ്രൈസിലുള്ള വ്യത്യാസം വരും. ഇപ്പോൾ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇനിയിപ്പോൾ 2 ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം മേശയിൽ കേട്ടോ. കണ്ടോ, 2 ഞാൻ വെച്ച്, ഇത് കണ്ടോ, ഇതിൻ്റെ വരകൾ, ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ വരകൾ, പിന്നെ ഒരു കളർ ഗോൾഡിഷ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കണ്ടോ സ്ട്രൈൻസ്. ഇതും നാടൻ തേക്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതിനെ ജസ്റ്റ് സീലർ ചെയ്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ 2 കാലം. ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് കാറിലൊക്കെ ഇൻറ്റീരിയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡ് കേട്ടോ, നിലമ്പൂർ ഡിപ്പോ തേക്ക്. ഇത് നിലമ്പൂരിലെ തേക്ക് തന്നെയാണ്, തൊടിയിലെ തേക്കാണ്. ഇതിന് 2 പ്രൈസിങ് പറഞ്ഞാൽ 3 ഇരട്ടിയോളം വില കൂടുതലാണ് ഡെപ്പോ തേക്കിന്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയ വുഡായിരിക്കും, നല്ല ഡ്രൈ ആയിരിക്കും, ഒരു ഗോൾഡിഷ് കളറായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ സ്മെല്ല്, 2നും സ്മെല്ല് വരെ മാറ്റം ഉണ്ടാവും. ഇനി ഇത് വെച്ച് ചെയ്തിട്ടുള്ള ഫർണിച്ചറേയും കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മൾ ഡെപ്പോ തേക്ക്, അതായത് കണ്ടോ ഗോൾഡിഷ് കളറിൽ ചെയ്തിട്ടുള്ള ഡെപ്പോ തേക്കിൽ ചെയ്തിട്ടുള്ള കോർണർ. ഇനി ഇതന്നെ നാടൻ തേക്കിൽ ചെയ്തിട്ടുള്ള ഫർണിച്ചറാണിത്. ഇതാ പോളിഷ് ചെയ്യുമ്പോൾ കണ്ടോ സ്ട്രൈൻസിലുള്ള ഗ്യാപ്പുകൾ ഇതിൽ കണ്ടറിയാൻ പറ്റും. കണ്ടോ, സ്ട്രൈൻസ് ഗ്യാപ്പിലാണ് ഉണ്ടാവുക കണ്ടോ. അതേപോലെ ഇത് ഡിപ്പോ തേക്ക് അടുപ്പിച്ചുണ്ടായിരിക്കും, പിന്നെ ഒരു ഗോൾഡിഷ് കളറായിരിക്കും. ഈ ഡിപ്പോ തേക്കിൽ കെമിക്കൽ കണ്ടൻറ്റോ കാര്യങ്ങളോ കൂട്ടില്ല. നാടൻ തേക്കിൽ നമ്മൾ